കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 28, 8 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സ്ത്രീകൾ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഉത്ഥാന ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ളതാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക. അത് ആദ്യ വായനയിൽ പത്രോസ്ലീഹായും സുവിശേഷത്തിൽ വരുമ്പോൾ ഏതാനും സ്ത്രീകളും കാവൽക്കാരൊക്കെ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാണ്. അതിനകത്ത് പത്രോസ്ലീഹ സ്ത്രീകൾ യേശുവിൻ്റെ ഉത്ഥാനം കണ്ടു, അത് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാവൽക്കാർ അതേക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മനസ്സിലാക്കിയിട്ട് പണം മേടിച്ച് നുണ പറയുന്നതും സുവിശേഷം നമ്മൾ കാണുകയാണ്. ഇന്നും പ്രചാരത്തിലുണ്ട്. നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പല നമ്മൾ പറയില്ലേ പാരമ്പര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ കാശ് കൊടുത്ത് യേശുവിൻ്റെ ശരീരം അവിടെ നിന്ന് മാറ്റി എന്ന് പോലും പറയപ്പെടുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ. അപ്പോൾ അതൊന്നും പ്രചാരത്തിലുണ്ട്, ഇന്നും പ്രചാരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാകുക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിളിയും ആത്യന്തികമായ ലക്ഷ്യവും ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൽ കുറഞ്ഞതൊന്നും ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാകുകയും യഥാർത്ഥ ഉത്ഥാന ജീവിതം നയിക്കുക എന്നുള്ളതാണ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ആത്യന്തികമായ വിളിയും ജീവിത ലക്ഷ്യവും. അതൊരു ദിവസത്തേക്കല്ല, എല്ലാ ദിവസവും. ഈശ്വരൻ അന്ന് മാത്രം ഒരു ഉത്ഥാനത്തിൻ്റെ ജീവിതം നയിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാ ദിവസവും ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി യേശു ഉത്ഥാനം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുന്നു എന്നതിൻ്റെ സാക്ഷികളായി ജീവിക്കാനുള്ള വിളിയാണ് എല്ലാ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഇനി പത്രോസ്ലീഹ അത് മനോഹരമായിട്ട് ആദ്യ വായനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പത്രോസ്, ഞാൻ കർത്താവിൻ്റെ ഉത്ഥാനത്തെ കണ്ടതാണ്, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ ദർശിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ പറയാണ്, പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടവനാണ് ഞാൻ. ദാവീദ് തൻ്റെ ജീവിതം കൊണ്ട് സങ്കീർത്തനം എഴുതുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഈ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 16:8 മുതലുള്ള വചനങ്ങൾ, എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുകയും എൻ്റെ അന്തരംഗം സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് ഈ ദാവീദ് പ്രവാചകൻ അല്ലെങ്കിൽ ദാവീദ് രാജാവ്
എഴുതി വെച്ചിരിക്കുന്നത് പത്രോസിനെ കോട്ട് ചെയ്യുന്നത് ആദ്യ വായനയിൽ. അപ്പോൾ ഉത്ഥാനത്തിന്റെ സാക്ഷികളാണെന്ന് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റണം. ഞാൻ യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായിയാണ്, ക്രിസ്ത്യാനിയാണ്, ഉത്ഥാനത്തിന്റെ സാക്ഷിയാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് പത്രോസിലെ പറയുന്നത്. അതിനുള്ള മനോഹരമായ ഉദാഹരണമാണ് ദാവീദിനെ കുറിച്ച് പത്രോസിലെ പറയുക. അപ്പോൾ പത്രോസ്ലീഹ തൻ്റെ ആദ്യ വായനയിൽ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുകയാണ്, പത്രോസ്ലീഹ പറയാണ്, എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി യേശു ഉത്ഥാനം ചെയ്തു. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ, വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ഉത്ഥാന ജീവിതം. അതായത് യേശുക്രിസ്തുവിനൂടെ പഴയ നിയമ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, പ്രവാചകന്മാരിലൂടെ പറഞ്ഞു പോയത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഒരു ദൈവ പൈതൽ പൂർണ്ണമായും വിശ്വസിക്കുന്നിടത്താണ് അവൻ യഥാർത്ഥ ഉത്ഥാനത്തിന്റെ ജീവിതം നയിക്കുന്നത്. എന്നിട്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ കൺമുമ്പിൽ കാണുന്നു. ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, യഥാർത്ഥ ഉത്ഥാന ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മാത്രം അവിടെ എല്ലാ നിമിഷവും ഉത്ഥാനം ചെയ്ത കർത്താവിന്റെ കൺമുമ്പിലുണ്ട്. ദാവീദ് പറഞ്ഞു, എൻ്റെ കർത്താവിന്റെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ടെന്താ? സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും ഞെരുക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും എല്ലാം വരുമ്പോഴും ദാവീദ് പറഞ്ഞു, കർത്താവിന്റെ കൺമുമ്പിലുണ്ട്, ഉദ്ധാനം ചെയ്ത കർത്താവിന്റെ കൺമുമ്പിലുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം അപ്പോഴും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അപ്പൊ സാഹചര്യങ്ങൾക്കെല്ലാം വിപരീതമായി ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹവും സാന്നിധ്യവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദൈവ പൈതൽ എല്ലാ ജീവിത അനുഭവങ്ങളിലും ഉദ്ധാനം ചെയ്ത കർത്താവിനെയാണ് കണ്ടുമുട്ടുന്നത്. അതാണ് ദാവീദ് പറയുന്നത്, എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അപ്പൊ എപ്പോഴും കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ഉദ്ധാനത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഈ പക്വമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് വളരണമെന്നുള്ളതാണ് ഉദ്ധാനം ചെയ്ത കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഏതനുഭവങ്ങളുണ്ടാകട്ടെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എന്തെല്ലാം വേദനകളും ദുരിതങ്ങളാകട്ടെ, ഇതിൻ്റെ ഒക്കെ നടുവിലും ഒരു ക്രിസ്ത്യാനി സന്തോഷിക്കുന്ന എന്തുകൊണ്ടാണ്? ഒരു ക്രിസ്ത്യാനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ ജീവിതം കൊണ്ട് ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഉദ്ധാനത്തിന്റെ അനുഭവം ഈ വ്യക്തി സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് യഥാർത്ഥ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തെ വേറിട്ടതാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഉദ്ധാനം ചെയ്ത കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.